സുഹൃത്തുക്കളെ, എല്ലാവർക്കും സൗഖ്യമെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് വളരെ അത്ഭുതകരമായിട്ടുള്ള, വളരെ മനസ്സിന് സന്തോഷം നൽകുന്ന, ഭക്തി നിർഭരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് കേട്ടോ. നമ്മൾ പേഴ്സണലായിട്ടുള്ളൊരു കാര്യത്തിൽ നമ്മൾ തൊടുപുഴയ്ക്ക് പോയിട്ട് വരുന്ന വഴിക്ക് പാലാ ടൗണിലെത്തിയപ്പം ഭയങ്കരമായിട്ടുള്ളൊരു ബ്ലോക്കും കാര്യങ്ങളൊക്കെ. അപ്പം നോക്കുമ്പോൾ ഭയങ്കര 10,000 ആളുകൾ ഇങ്ങനെ തിങ്ങി നിറഞ്ഞു നിൽക്കുക. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇതെന്താണ് സംഭവം? നമ്മുടെ കൂട്ടത്തിലുള്ള ആൾക്കും വലിയ പിടുത്തമില്ല. ഇതെന്താണ് സംഭവം എന്ന് ചോദിച്ചപ്പോഴത്തേക്കും പാലാ ടൗണിൽ കാണുന്ന ടൗൺ പള്ളിയിലെ, അതായത് പാലാ ക്രിസ്ത്യൻ പള്ളി മാതാവിൻ്റെ പള്ളിയായിട്ടുള്ള അമലോത്ഭവ മാതാവിൻ്റെ തിരുനാളിനോടനുബന്ധിച്ചുള്ള ഒരു റോഡ് ഷോയും കാര്യങ്ങളൊക്കെയാണ് അവിടെ നടക്കുന്നതെന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ ഇത്രയും ആളുകൾ, നമുക്ക് മറ്റു വഴിയുണ്ട്, റോഡ് ബ്ലോക്ക് ചെയ്യാത്ത രീതിയിൽ മറ്റു വഴി കയറി വാഹനങ്ങളൊക്കെ പോകാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് പാലായിൽ. പക്ഷെ എന്നാലും ഇത്രയും ആളുകൾ ഇങ്ങനെ തിങ്ങി നിറഞ്ഞ് നിൽക്കുമ്പോൾ ഇതെന്ത് കാഴ്ചയാണ് വരാൻ പോകുന്നത് എന്നുള്ളൊരു കൗതുകം കൊണ്ട് നമ്മൾ അങ്ങനെ നിന്ന് എന്നാൽ ഒന്ന് പോയിട്ട് വലിയ തിരക്കൊന്നുമില്ല, എന്നാൽ നമുക്കൊന്ന് കണ്ടിട്ട് പോകുന്ന പറഞ്ഞു. ഒരു ഘോഷയാത്രയോടെയായിരുന്നു തുടക്കം കേട്ടോ. ആദ്യം തന്നെ ഇങ്ങനെ കുറേ വാദ്യോപകരണ കലാകാരന്മാരുടെ ചില പ്രകടനങ്ങളൊക്കെ ഇങ്ങനെ പോയി. അതിൻ്റെ പുറകെ തന്നെ ഒരു ഘോഷയാത്ര, ഇതിൻ്റെ ഒരു മുന്നോടിയായിട്ടുള്ളൊരു ഘോഷയാത്ര പോയി. ഇതിവിടെ നടക്കാൻ പോകുന്നത് ബൈബിൾ ചരിത്ര സംഭവങ്ങൾ വെച്ചിട്ടുള്ള ടാബ്ലോ മത്സരങ്ങളാണ്. വലിയ വാഹനങ്ങൾ ക്രമീകരിച്ചത്. ആദ്യം തന്നെ വന്നത് അതിൻ്റെ ഇത് മത്സരത്തിൻ്റെ അല്ല, അതിൻ്റെ മുന്നോടിയായിട്ട് ഇങ്ങനെ വരുവാണ്. ക്രിസ്മസ് ഒക്കെയല്ല, ക്രിസ്മസിൻ്റെ വരവ് അറിയിച്ചുകൊണ്ട് സാന്താക്ലോസ് ഇങ്ങനെ ഒരു വലിയ വാഹനത്തിൽ ഇങ്ങനെ ആ മാൻ്റെ രൂപമൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് പുള്ളി കയ്യിലിങ്ങനെ കുറേ മുട്ടായി വെച്ചിട്ട് ഇങ്ങനെ വാരി വെതറുവാണ് ആളുകളുടെയൊക്കെ ഇടയിലേക്ക്. ഇങ്ങനെ വളരെ പുഞ്ചിരിച്ച മുഖത്തോടെ എന്തൊക്കെയോ ശബ്ദമൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ വാരി വെത്തുന്നുണ്ട്. ആൾക്കാർക്ക് ഇത് ചാറ പറയുന്ന വാരി പിറക്കിയൊക്കെ എടുക്കുന്നുണ്ട്. അപ്പം നമ്മളും കൈവ് കാണിച്ച മുട്ടായൊന്നും കിട്ടിയില്ല. അങ്ങനെ ഒരു കാഴ്ചയാണ് ആദ്യം പോയത്. അത് കഴിഞ്ഞ് മത്സര ഇനങ്ങൾ, ഓരോ മത്സരത്തിനും ഓരോ നമ്പരും ഒക്കെ ഉണ്ട്. ഇതൊരു മത്സരമായതുകൊണ്ട് തന്നെ അതിൻ്റെ ആയിട്ടുള്ള ഒരു വാശിയിലൊക്കെയാണ് ഇവിടെ ഓരോ പ്രകടനങ്ങൾ. അതുകൊണ്ട് യേശു ക്രിസ്തുവിൻ്റെ രൂപം വലിയ പാറയുടെ മുകളിൽ നിൽക്കുന്നത് പോലെ ഉള്ളൊരു അത് ഒരു ചെകുത്താൻ ഇങ്ങനെ നിൽക്കുന്നത്. ബൈബിളിൻ്റെ ഒരു സന്ദർഭം എടുത്തുകൊണ്ട് അതിനെ ട്രാവലുമായിട്ട് അവതരിപ്പിക്കുകയാണ് കലാകാരന്മാർ ചെയ്യുന്നത്. ഏത് വാഹനമന്ത്രത്തിൽ എന്തോ ഒരു വലിയൊരു വണ്ടിയിൽ ഇങ്ങനെ ക്രമീകരിച്ചിരിക്കുകയാണ്. എന്തായാലും കാണാൻ നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചയായിട്ട്, നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇത്രയ്ക്ക് രസകരമായിട്ടുള്ളൊരു കാഴ്ചയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇതുകൊണ്ടല്ലേ ഓരോ വാഹനവും അടുത്ത ചെസ് നമ്പർ അനുസരിച്ചുള്ള വാഹനങ്ങൾ കടന്നു പോകാൻ. ട്രാവലോ ഇനങ്ങൾ പഴയ എന്തോ ഒരു ചരിത്ര സംഭവത്തെ, ബൈബിൾ സംഭവത്തെ ആസ്പദമാക്കിയിട്ടുള്ള ഇതാണ്. കടൽ പോലെ അത് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. നഗരമധ്യത്തിലൂടെ ആ കടൽ അങ്ങനെ നീങ്ങുകയാണ്. അടുത്ത് വന്നത് ഈ ഒരു ട്രാവലോ തന്നെ നമുക്ക് ഭയങ്കര അതിശയമായി തോന്നി കേട്ടോ. വലിയ പാറക്കെട്ടുകൾ പോലെ ലോറിയുടെ ഫ്രണ്ടൊക്കെ ഇങ്ങനെ സജ്ജീകരിച്ചിരിക്കുകയാണ്. നോക്കി എത്ര ആർട്ടിസ്റ്റുകളാണെന്ന് നോക്കി. ആ പഴയ ബൈബിളിൻ്റെ ഒരു ചരിത്ര സംഭവമാണെങ്കിൽ അത് ആ കാലഘട്ടത്തിലെ എല്ലാ സംഭവം വന്നിട്ടുണ്ട്. കണ്ടല്ലേ, ആപ്പിളും മുന്തിരിയൊക്കെ പാത്രത്തിരിക്കുന്നു, ദീപസ്തംഭം ഇരിക്കുന്നു, വാദ്യോപകരണങ്ങൾ, ആടുകൾ, അന്നത്തെ കടും ചായ നിറത്തിലുള്ള ഭിത്തികൾ, അതൊക്കെ അന്നത്തെ ആ കോസ്റ്റ്യൂം, വാദ്യോപകരണങ്ങൾ, ആളുകളുടെ ആ ഒരു എന്താ പറയുക, ആ മുഖത്ത് വരുന്ന ഭാവങ്ങൾ വരെ വളരെ കൃത്യമായിട്ട് ഭയങ്കര രസകരമായിട്ട് കേട്ടോ. ആ നഗരമധ്യത്തിലൂടെ ഒരു 2000 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു ലോകം ഇങ്ങനെ ഒഴുകി പോകുന്ന പോലെ നമുക്ക് തോന്നും. അത്ര ഭംഗിയായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ട്രാവലോ ഇനമാണ് ഈ കാണുന്നത്. എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി കേട്ടോ. ഇതെങ്ങനെ ക്രിയേറ്റ് ചെയ്തു? അപ്പോൾ എത്ര മണിക്കൂറത്തെ ഇവരുടെ ശ്രമമായിരിക്കും ഇത്. കണ്ടില്ലേ, നോക്കി എത്ര രസമാണെന്ന് നോക്കി. ആ അന്നത്തെ കാലഘട്ടത്തിലുള്ള എല്ലാ A to Z കാര്യങ്ങളും ഇതിൽ വന്നിട്ടുണ്ട്. ഈ ഒരൊറ്റ ആ വണ്ടിയിൽ ഇങ്ങനെ നഗരമധ്യത്തിൽ കൂടെ ഇങ്ങനെ ആളുകളുടെ ഇടയിൽ കൂടെ പോകുന്ന കണ്ടാൽ ഭയങ്കര രസമാണ്. എല്ലാവരും കച്ചവടക്കാരും പോലീസുകാരും ഒക്കെ അവരുടെ ദൗത്യം മറന്നിട്ട് ഇതിങ്ങനെ നോക്കി നിൽക്കുമായിരുന്നു. അടുത്ത് വന്ന ഇതിൽ കാണുന്ന നോക്കി ഇങ്ങനെ വീഞ്ഞ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നു. അത് പഴയ ചരിത്ര സംഭവത്തെ വെച്ചിട്ടുള്ള സംഭവമാണ്. ഇപ്പോൾ ഇതിൻ്റെ ചരിത്ര പശ്ചാത്തലം, അത് ചരിത്രത്തിലെ ആ ഒരു പ്രാധാന്യത്തെക്കുറിച്ച് എനിക്ക് വലിയൊരു പിടുത്തമില്ല. അതിനെക്കുറിച്ചൊക്കെ അറിയാം. ഈ ഒരു ട്രാവലോ ഇനങ്ങളൊക്കെ നോക്കിയിട്ട് അത് എന്ത് ചരിത്ര സംഭവത്തെ ആസ്പദമാക്കിയുള്ളതാണെന്നൊക്കെ അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യുമോ? അപ്പോൾ എന്തായാലും അതിൻ്റെ ഓരോരോ ഇനങ്ങൾ, ഓരോരോ അത്ഭുതങ്ങൾ നമ്മളുടെ കൺമുമ്പിൽ കൂടി ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നോക്കിയേ, ഇത് ഭയങ്കര രസകരമാണ്. അന്നത്തെ കാലത്തെ ആ ഒരു എന്താ, ആ മണ്ണിൻ്റെ നിറമുള്ള ആ ഒരു കോസ്റ്റ്യൂംസുകൾ, ചെളിയൊക്കെ അവർ വാരി തേച്ച് അങ്ങനെയൊക്കെ എന്തോ ഒരു സെറ്റപ്പിലാണ് നിൽക്കുന്നത്. നോക്കിയേ, മറ്റൊരു അത്ഭുതമായിട്ടുള്ളൊരു ക്രിയേറ്റിവിറ്റിയാണിത്. യേശു ക്രിസ്തുവിൻ്റെ ആ പഴയ ഏതോ ഒരു ചരിത്ര സംഭവത്തെ വെച്ചിട്ടുള്ള ഒരു ട്രാവലോ ഇനമാണ്. ആളുകൾക്കാണ്, കലാകാരികളൊക്കെ ഇങ്ങനെ വളരെ രസകരമായിട്ട് കേട്ടോ ഇത് ചെയ്ത്. പഴയ മൺകല കൊണ്ട്, പഴയ ഒരു കിണർ, ഇതൊക്കെ ആ വണ്ടിയിൽ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തിട്ട് സാവധാനം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അത്ഭുതമായിട്ട് തോന്നി കേട്ടോ. ചുമ്മാ അതല്ല, ഇത്രയും ആളുകൾ ഇവിടെ തടിച്ചു കൂടുമ്പോൾ അവരെന്തോ ഒരു ഇഷ്ടമായിട്ടൊരു കാഴ്ച കാണാനാണെന്നുള്ളൊരു
മനസ്സിലൊരു ധാരണ ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് നമ്മളവിടെ നിന്നതും ഈ കാഴ്ചകളൊക്കെ കാണാൻ സമയം കണ്ടെത്തിയതും. ഇത് ഈ പഴയ ഒരു ചരിത്ര സംഭവത്തെ വെച്ചിട്ടുള്ള വേറെ ഒരു ട്രാവൽ ഇനമാണ്. എത്ര ആർട്ടിസ്റ്റുകളാണെന്ന് നോക്കി, എത്ര എത്ര സമയം കൊണ്ടായിരിക്കും അവർ ഈ കോസ്റ്റ്യൂമുകളൊക്കെ ചെയ്തതും ഇത്തരം ഒരു സജ്ജീകരണം. ഒന്നോർത്ത ഒരു വെയിലത്താണ് ഈ ഒരു പ്രകടനമൊക്കെ നടക്കുന്നത്. ഒരു വെയിലാണ്. പിന്നെ അത് മാത്രമല്ല ഇത്രയും ജനനിബിഡമായിട്ടുള്ള ഒരു സ്ഥലമാണ്. അപ്പം ഈ വാഹനങ്ങൾ പോകുന്നതിനൊക്കെ തടസ്സം ഉണ്ടാക്കിയ ആളുകൾ ഫ്രണ്ടിൽ ഇങ്ങനെ കയറി നിൽക്കുകയാണ്. പോലീസുകാരും ഇത് പെരുന്നാളിൻ്റെ ഭാരവാഹികളൊക്കെ വളരെ ശ്രമപരമായിട്ട് ആൾക്കാരെയൊക്കെ ഇങ്ങനെ ഒതുക്കി നിർത്തിയാണ് ഇതിനുള്ള പോകുന്നതിനൊക്കെയുള്ള വഴിയൊക്കെ ഇങ്ങനെ സജ്ജീകരിച്ചിരിക്കുന്നതൊക്കെ. അപ്പോൾ എന്തായാലും എന്താ പഴയ കള്ളിമുൾച്ചെടിയൊക്കെ അതൊക്കെ ഒറിജിനലായിട്ട് ഇങ്ങനെ എടുത്ത് വെച്ചിരിക്കുക കേട്ടോ. എന്തായാലും ഭയങ്കര രസകരമായിട്ടുള്ള കാഴ്ചകളായിരുന്നു നമ്മളിവിടെ കാത്തിരുന്നത്. അതായത് യേശു ക്രിസ്തുവിനെ കുരിശിൽ തറയ്ക്കുന്ന ആ ഒരു ചരിത്ര സംഭവം വെച്ചിട്ടുള്ള ട്രാവലാണ് കേട്ടോ. കണ്ട കാലിലൊരാൾ ഇങ്ങനെ ആണി കുത്തിക്കയറ്റുന്നു. വളരെ എന്താ പറയുക, സങ്കടകരമായിട്ടുള്ള ഒരു ചരിത്ര സംഭവമാണിത്. കൂട്ടത്തിലുള്ള കക്ഷി പോകാമെന്ന് പറഞ്ഞ് ഭയങ്കര ധൃതിയായിരുന്നു. പക്ഷേ ഇതെല്ലാം കണ്ടപ്പോഴത്തേക്കും പുള്ളി ഈ കാഴ്ചകളിലൊക്കെ അങ്ങ് മയങ്ങി. ഇതെന്തായാലും എല്ലാം കഴിഞ്ഞിട്ട് പോയാൽ മതി എന്നുള്ളൊരു തീരുമാനത്തിലെത്തി. ഇത് കണ്ടോ, ഒരു ബാഹുബലിയുടെ ഒരു സെറ്റ് ഇങ്ങനെ റോഡിൽ കൂടെ ഒഴുകി വരുന്ന പോലെ നമുക്ക് തോന്നും കേട്ടോ. ഭയങ്കര കരിങ്കൽ തൂണുകളൊക്കെ വെച്ചിട്ട് ഇത് കണ്ടോ, ഒരു പഴയ വാതിലൊരു മോഡേൺ ഒരു കിളിവാതിൽ കണ്ടോ. അത് കിളിവാതിലല്ല, അതിലെയാണ് ഡ്രൈവർ ഈ കാര്യങ്ങൾ റോഡ് കണ്ട് വണ്ടി ഓടിക്കുന്നത്. ഭയങ്കര രസകരമായിട്ട് ചെയ്തിരിക്കുന്ന ഒരു അത്ഭുത ട്രാവലോ എന്നെ വാർത്ത നമ്മൾ ഈ ഇപ്പോൾ കണ്ട്. ഭയങ്കരമായിട്ട് വലിപ്പത്തിൽ പഴയ ബൈബിളിലെ ചരിത്ര ഏതോ ഒരു സംഭവത്തെ വെച്ചുകൊണ്ടുള്ള ഒരു സംഭവമാണ്. ആട്ടുംകുഞ്ഞുങ്ങൾ കുറേ ചാക്കുകളിൽ ഇങ്ങനെ എന്തൊക്കെയോ കൂട്ടിയിട്ടിരിക്കുന്നുണ്ട്. അതെല്ലാം ഭയങ്കര രസകരമായിട്ടാണ്. ഒരു ആളിങ്ങനെ കിടക്കുന്ന ഈ സ്വർണ്ണ നാണയങ്ങളിങ്ങനെ വിതറിയിട്ടിരിക്കുന്നത്. ഇത് ചരിത്രത്തിൽ ഈ സംഭവം എന്താണെന്നുള്ളത് എനിക്ക് അറിയത്തില്ല. ഇത് അറിയാവുന്ന ഈ ഒരു ട്രാവലോ എന്നും കണ്ടിട്ട് ഇത് മനസ്സിലായവരൊന്നും കമൻറ്റ് ചെയ്യണം. അപ്പം ഇതെന്തായാലും ഭയങ്കര ഈ ഒരു നഗരമധ്യത്തിലൂടെ ഇങ്ങനെ വലിയൊരു പഴയ കാലത്തൊരു കൊട്ടാരമോ ഒക്കെ ഒഴുകി പോകുന്നൊരു പ്രതീതിയാണ്. ഇത് നമ്മുടെ ആദവും ഹവ്വയാണ് കേട്ടോ. അവർ നല്ല പോരി വെയിലത്തിങ്ങനെ ഷർട്ടൊക്കെ ഇടാതെ നമ്മുടെ ആദം ഇങ്ങനെ ഇല കൊണ്ടുള്ള ഉടുപ്പൊക്കെ വെച്ച് നിൽപ്പുണ്ട്. ഹവ്വയുണ്ട് കൂടെ. പഴയ ഒരു മരമുണ്ട്. ഒരു ദൈവത്തിൻ്റെ മാലാഖമാരുടെ ഒരു പ്രതീകം കൊടുത്തിട്ടുണ്ട്. നല്ല പോരി വെയിലത്ത് നമ്മുടെ ആദോ അവ്വയും ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. രണ്ട് കലാകാരന്മാർ. എന്തായാലും രസമുണ്ട് ഇത് കണ്ടുകൊണ്ടിരിക്കാൻ. അന്നത്തെ ആ ഒരു കാലഘട്ടത്തെ എല്ലാം ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇത് ഓരോ ട്രാവലോ ഇനങ്ങളും ഓരോ രീതിയിലാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. നമുക്ക് ഏതാണ് നല്ലത് ഏതാണ് നല്ല ഇതെന്ന് നമുക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ല. ഇത് കണ്ടോ, പഴയ അതായത് നിങ്ങളിൽ പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന് പറയുന്ന ആ ഒരു ബൈബിൾ സംഭവത്തെ ആസ്പദമാക്കിയിട്ടുള്ളതാണ്. യേശു ക്രിസ്തു ഇരിപ്പുണ്ട്, ഒരു സ്ത്രീ ഇങ്ങനെ കിടക്കുന്നു. കല്ലൊക്കെ ആയിട്ട് കുറേ കിങ്കരന്മാർ അന്നത്തെ നാട്ടുകാരാണ്. അവരിങ്ങനെ നിൽപ്പുണ്ട്. അവരുടെ ആ കോസ്റ്റ്യൂമൊക്കെ കണ്ടില്ലേ, കോസ്റ്റ്യൂം മുഖത്തെ പാവങ്ങളൊക്കെ കണ്ടോ. എല്ലാവരും വളരെ ഡെഡിക്കേറ്റഡാണ് കേട്ടോ. വളരെ രസകരമായിട്ട് ആ ഒരു ചരിത്രം സംഭവം ഇങ്ങനെ വിവരിച്ച് പോകുന്ന ഒരു ട്രാവലോ ഇനം. എന്തായാലും ഇത് കാണുമ്പോഴത്തേക്കും ആളുകളൊക്കെ വളരെ കൗതുകത്തോടെ ഇതിങ്ങനെ കാണുന്നത്. ഈ വഴിയാണ് മത്സര ഇനങ്ങൾ പോകുന്നത്. പക്ഷേ വണ്ടി വരുമ്പോൾ എല്ലാവരും സൈഡിലോട്ട് വെക്കുന്നു. ഈ ബാരിക്കേഡ് കിട്ടി അപ്പുറത്തൊക്കെ ആളുകളെ നിർത്തിയാണ് അതെല്ലാം പൊളിച്ച ആളുകൾ ഇപ്പറേ പോകുന്നത്. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇനി നടക്കാൻ പോകുന്നത് ഈ ഇരുചക്ര വാഹനങ്ങളിലുള്ള ഫാൻസി ഡ്രസ് മത്സരങ്ങളാണ്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് കുറേ വാദ്യ ഉപകരണ കലാകാരന്മാരുടെ ഇത് ആദ്യത്തെ ഒരു എണ്ണം പോവുകയാണ് കേട്ടോ. ഇതെന്ത് സംഭവമാണെന്ന് അറിയത്തില്ല. ഒരാളിങ്ങനെ നല്ല തുള്ളിച്ചാടി സന്തോഷിച്ചിങ്ങനെ പോകുന്നുണ്ട്. അത് കഴിഞ്ഞ് വന്നത് ഒരു വ്യാളി ഒരാളുടെ കാലിങ്ങനെ കടിച്ച് പറിച്ചിങ്ങനെ വെച്ചേക്കുന്നത്. ആ വ്യാളിനെ പിടിച്ചൊരാൾ നിൽക്കൊണ്ട് അയാളാണ് ആ വണ്ടി ഓടിക്കുമല്ല ഇങ്ങനെ വണ്ടി ഇങ്ങനെ നടന്ന് നീങ്ങി വന്നത്. എങ്ങനെ അത് പോകുന്നതെന്ന് അറിയത്തില്ല. എന്തായാലും വ്യാളിയുടെ ആ വലിയ നീളം ചിറകുകൾ ആളുകളുടെ എല്ലാം രണ്ട് സൈഡിലും കൊണ്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാം. ആ വ്യാളിക്ക് അങ്ങോട്ട് നീങ്ങാൻ മേലാത്തൊരവസ്ഥയാണ്. അത് കഴിഞ്ഞപ്പോൾ അന്നത്തെ വലിയൊരു രാജാവാണ് കേട്ടോ. രാജാവ് ഇങ്ങനെ ആടെ ആഭരണങ്ങളൊക്കെ ഇങ്ങനെ ഇട്ട് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് രാജാവിൻ്റെ പേര്. ഈ രാജാവാണ്. ഇത് നമുക്കൊക്കെ പ്രിയങ്കരനായിട്ടുള്ള ഒരു സംഭവം. ഇത് നോക്കിയപ്പോഴത്തേക്ക് നമുക്ക് ചരിത്രമൊക്കെ എല്ലാം പിടികിട്ടി. കാരണം നമ്മുടെ ഡാഗിനി അമ്മൂമ്മ നമ്മുടെ മായാവീനെ കുപ്പിക്കകത്താക്കി ഇങ്ങനെ കൊണ്ടുപോവാണ്.
അപ്പോൾ കുപ്പിക്കകത്ത് കിടക്കുന്ന മായാവി നമുക്ക് കറക്റ്റ് മായാവി, ഒരു പയ്യനെ മായാവി പോലെ തന്നെ. അത് ഡാഗിലിയ മൂമ്മയാണ് കറക്റ്റ്. ആ ഒരു കോസ്റ്റ്യൂം, ആ ഒരു ചിരി, മുടി, കയ്യിലുള്ള മന്ത്രവാടി അതെല്ലാം വെച്ചിട്ട് ആളുകളെയൊക്കെ നോക്കി പൊട്ടി ചിരിച്ച് ഇങ്ങനെ ഭയങ്കര അട്ടഹസിച്ചുകൊണ്ടൊക്കെ പോവാണ്. ആ ബൈക്കാണ് ബൈക്ക് ഓടിച്ചുകൊണ്ട് പോകുന്നത്. ചുറ്റും എന്തോ ഒരു സംഭവമൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി ബൈക്കിൽ ഇങ്ങനെ ഭയങ്കര രസം. നമ്മുടെ ഗ്ലൂമി ആയിട്ട് മായാവി ഇങ്ങനെ ഇരിപ്പുണ്ട്. അതെന്തായാലും അടിപൊളിയായിട്ടുള്ള ഒരു സംഭവമായിരുന്നു കേട്ടോ. നമുക്കൊക്കെ ഇഷ്ടപ്പെട്ട്. കുപ്പിക്കകത്തുള്ളതിനെ തുറന്നു വിട്ടാലെന്ന് വരെ നമുക്ക് തോന്നിപ്പോയി. ഇത് പഴയ കാലത്തെ എന്തോ ഒരു പ്രതീകമാണ്. ഇങ്ങനെ ഒറ്റ നിപ്പാണ് കേട്ടോ. പൊരി വെയിലത്ത് ഈ ബാലൻസ് ചെയ്ത് നിൽക്കുവാണ് ആ കലാകാരൻ ചെയ്യുന്നത്. അപ്പം അതൊക്കെ ഭയങ്കര പ്രയാസമുള്ള കാര്യമാണ് ആളുകളുടെ ഇടയിൽ കൂടെ. ഒന്നാമത് വാഹനങ്ങൾ പോകുന്നതിന് ആളുകൾ സൗകര്യം ചെയ്ത് കൊടുക്കുന്നത്, എല്ലാം കൂടി ഇടിച്ച് തള്ളി ഫ്രണ്ടിലോട്ടൊക്കെ വരാം. പോലീസുകാരൊക്കെ പറഞ്ഞ് മടുത്ത്. ഇത് എന്തോ ഒരു പ്രതീകം ആയിട്ടുള്ള ഒരു സംഭവമാണ് ബൈക്കിങ്ങിനും. അങ്ങനെ പല പല കാഴ്ചകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ കണ്ടോ, രസകരമായിട്ടുള്ള പല ഇരുചക്ര വാഹന ഫാൻസി ഡ്രസ് മത്സരമാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് വരുന്നതുണ്ടോ, വലിയൊരു സംഭവം. ആ ഫ്രണ്ടിൽ ഇരിക്കുന്ന നോക്കിയേ, ഒരു പോത്തിൻ്റെ തല, കറക്റ്റ് ഒറിജിനൽ തല ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. അത് എന്തോ മാലിന്യമാണ്, ഹരിതകർമ്മസേന മാലിന്യമൊക്കെ ആയിട്ട്, അത് നിർമ്മാർജ്ജനമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു സംഭവമാണ്. ഒരുപാട് ക്രിയേറ്റിവിറ്റി ഒക്കെ ചെയ്തിട്ടുള്ള കുറേ സ്റ്റിക്കേഴ്സും ഒക്കെ അതിനകത്ത് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് പണ്ടത്തെ കാലത്ത് ഒരു കോടതി മുറി, അത് ജഡ്ജി ഇങ്ങനെ ഇരുന്ന് അലറുന്നുണ്ട്. പാപം ചെയ്തവരെല്ലാം ഇങ്ങനെ ഭയങ്കര അട്ടഹസിച്ച് വഴക്കൊക്കെ പറയുകയാന്ന് തോന്നുന്നു. ഭയങ്കര അന്നത്തെ കാലത്തെ ആ ഒരു കോടതി മുറി വലിയൊരു ഇങ്ങനെ സെറ്റ് പെട്ടി പോലെയൊക്കെ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് കയറിയിരുന്ന്, അതിനകത്ത് ബൈക്ക് ഓടിക്കുന്നതും അദ്ദേഹം തന്നെയാണ് ഈ ഒരു ആജ്ഞകൾ പുറപ്പെടുവിക്കുന്നത്. ഇങ്ങനെ അലറി ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ ആ ഒരു കോടതിയുടെ ആ ഒരു സംഭവം വളരെ ഭംഗിയായിട്ട് കേട്ടോ, ഒരു പ്രത്യേക ഒരു കാഴ്ചയായിരുന്നു ഇത്. അതൊക്കെ ഇങ്ങനെ നഗര മധ്യത്തിലുള്ള ആൾക്കാരൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അടുത്ത് വന്ന സംഭവം നോക്കിയേ, അത് ഒരു ഇരുചക്ര വാഹനമാണെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഒരു വലിയൊരു സംഭവം. അത് പഴയ കാല ഒരു ബൈബിൾ കഥയാണ്. കായേനും ആബേലും എന്ന് പറഞ്ഞ ആദിമ സഹോദരന്മാർ, ഒരാൾ മറ്റൊരാളെ വധിക്കുകയും ഒക്കെ ചെയ്യുന്ന ആ ഒരു ചരിത്ര സമ്പത്ത് വെച്ചിട്ടുള്ള. അപ്പോൾ ഒരാൾ മറ്റൊരാളുടെ തലക്കിട്ട് ഇങ്ങനെ അടിക്കുന്നുണ്ട്, ഡിഷ്കു എന്ന് അടിക്കുന്നുണ്ട്. അയാൾ ഇങ്ങനെ അലറുന്നുണ്ട്. അപ്പോൾ വാഹനം ഓടിച്ചുകൊണ്ട് തന്നെയാണ് അയാൾ ഇങ്ങനെ അലറുന്നത്. അപ്പോൾ പണ്ടത്തെ കാലത്തെ അതെല്ലാം ക്രിയേറ്റ് വെച്ചിട്ടുണ്ട്. ഒരു വലിയൊരു മരം, അതിലിങ്ങനെ ഓറഞ്ചൊക്കെ ഇങ്ങനെ തൂങ്ങിക്കിടപ്പുണ്ട്. കണ്ടോ, ബൈക്ക് ഓടിക്കുന്ന ഇടയിൽ കൂടെ ബൈക്കിൻ്റെ സ്റ്റിയറിംഗ് ഒക്കെ തിരിക്കുന്നുണ്ട്, അടിക്കുന്നുണ്ട്. നഗര മധ്യത്തിലൂടെ ഇങ്ങനെ ഈ ട്രാവലോ ഇനങ്ങൾ ഇങ്ങനെ പോകുന്നത്, അല്ലെങ്കിൽ ഈ മത്സരങ്ങളൊക്കെ പോകുന്നത് കാണുമ്പോഴത്തേക്കും നമുക്കിത് തീരല്ലേ ഇനിയും വന്നുകൊണ്ടിരിക്കും. മതി. ഇത് പിന്നെ നമുക്ക് പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. നമ്മുടെ മഹാത്മാഗാന്ധി സ്കൂട്ടറിൽ ഇങ്ങനെ നാടൊക്കെ കാണാൻ ഇറങ്ങിയിരിക്കുകയാണ്. അടുത്ത വന്ന സംഭവം, അത് എന്താണെന്നറിയത്തില്ല, ഒരു വലിയൊരു വാഹനം, അത് എങ്ങനെ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണെന്ന് അറിയത്തില്ല. ഒരു ചെകുത്താനെ പോലെ ഒരാളാണ് അത് ഓടിക്കുന്നത്. ചെകുത്താൻ ഇങ്ങനെ നിൽക്കുന്നുണ്ട്, മുകളിലൊരു യേശു ക്രിസ്തുവിൻ്റെ രൂപമാണെന്ന് തോന്നി ഇങ്ങനെ നിൽക്കുന്നത്. ഭയങ്കര രസമാണ്. ഇതിപ്പോൾ നമ്മളിങ്ങനെ വിഷ്വലി നമ്മൾ നേരിട്ട് കാണുമ്പോഴത്തേക്കും ഭയങ്കര അത്ഭുതകരമായിട്ടുള്ള കാഴ്ചകളാണ് കേട്ടോ ഇത്. പിന്നെ നടന്നത് അവിടെ കുറേ സാംസ്കാരിക ഘോഷയാത്രകൾ. കേരളത്തിൻ്റെ നിരവധി കലാകാരന്മാരൊക്കെ അണിയിച്ചൊരുക്കിയിട്ടുള്ള കുറേ കലാരൂപങ്ങളും വാദ്യ ഉപകരണ സംഗീത പ്രകടനങ്ങളും ഒക്കെ ആയിട്ട് കുറേ സംഭവങ്ങളൊക്കെ ഇങ്ങനെ അരങ്ങേറിയായിരുന്നു. എന്തായാലും വളരെ രസകരമായിട്ടുള്ള കാഴ്ചകളായിരുന്നു കേട്ടോ. അങ്ങനെ അവിചാരിതമായിട്ടാണെങ്കിലും പാലാ ടൗണിലെ ജൂബിലി തിരുനാളിനോടനുബന്ധിച്ചിട്ടുള്ള കലാപ്രകടനങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റി. അത് കണ്ടില്ലേ, ഇത് നമ്മുടെ ആവേശം നായകൻ പോകുന്നു, നമ്മുടെ സലീം കുമാറിൻ്റെ രൂപ, ഇതൊക്കെ വെച്ചിട്ടുള്ള ഒരു പ്രകടനങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വടിവേലു, പിന്നെ മിസ്റ്റർ ബീനുണ്ട്. അങ്ങനെ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരുപാട് ആക്ടിവിറ്റീസുകൾ ഈ പ്രകടനത്തിൽ നമുക്ക് നിരന്തരം കാണാം.
അങ്ങനെ ആയിരക്കണക്കിന് ആളുകളുടെ ഇടയിലൂടെ ഈ പ്രകടനങ്ങൾ ഇങ്ങനെ നീങ്ങുന്നത് കാണാൻ വേണ്ടി നല്ല രസമാട്ടോ. കുട്ടികൾക്ക് വളരെ ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്താണ് കണ്ടത്. ഈ പൊരി വെയിലത്തും എല്ലാവരും അതെല്ലാം മറന്നിങ്ങനെ ഈ പ്രകടനങ്ങളൊക്കെ കണ്ട് ആസ്വദിച്ച് നിൽക്കുകയാണ്. അല്ല, പാലായിൽ പോയവർക്കറിയാം പാലാ ടൗൺ പള്ളിയാണ്. അതിനോട് സമീപത്തുള്ള കെട്ടിടങ്ങളുടെ മുകളിലൊക്കെ കയറി നിന്ന് ആളുകൾ ഈ ഘോഷയാത്രയും കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും കണ്ട് ആസ്വദിച്ച് വളരെ സന്തോഷത്തോടെ നിൽക്കുകയാണ്. അങ്ങനെ വൈവിധ്യമാർന്നിട്ടുള്ള കലാപ്രകടനങ്ങൾക്കൊടുവിൽ നമ്മുടെ ന്യൂജൻ കുട്ടികളുടെ തുള്ളൽ ജാഥ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ബാൻഡ് സെറ്റിൻ്റെ ആ സൗണ്ടിനനുസരിച്ച് കുട്ടികളെല്ലാം കൂടെ തുള്ളി ആർമാദിച്ച് ഉടുപ്പൊക്കെ ഊരി ഇങ്ങനെ പൊക്കി കറക്കി ഇങ്ങനെ തുള്ളുകയാണ്. അപ്പോൾ തുള്ളലിനൊടുവിൽ തല്ലുമാല ഉണ്ടാകാതിരുന്നാൽ ഭാഗ്യമായിരുന്നു. തല്ലുമാലയും തേറുവിളിയും ഉണ്ടാകത്തില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും അന്തരീക്ഷമൊക്കെ വളരെ അനുകൂലമായിരുന്നു, മഴയൊന്നും പെയ്തില്ല. എന്തായാലും നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത പ്രാവശ്യം വീണ്ടും കാണാം. ഓക്കെ, ബൈ.